സൂക്തം. എന്നാൽ നിങ്ങൾ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല, അള്ളാഹു ആണ് അവരെ കൊലപ്പെടുത്തിയത്. നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല, പക്ഷെ അള്ളാഹു ആണ് എറിഞ്ഞത്. തൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുണകരമായ ഒരു പരീക്ഷണത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. 8-ാം അധ്യായത്തിലെ 17-ാം വാക്യം. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹു പറയാണ്, നിങ്ങൾ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ കൊത്തു കൊള്ളിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങളല്ല, ഞാനാണ് കുത്താൻ കൂടിയത്. നിങ്ങൾ എറിഞ്ഞപ്പോൾ ഏറി കൊള്ളിച്ചത് ഞാനാണ്, നിങ്ങളല്ല എറിഞ്ഞത്. നിങ്ങൾ കഴുത്ത് വെട്ടിയപ്പോൾ വെട്ട് കൊള്ളിച്ചത് ഞാനാണ്, നിങ്ങളല്ല വെട്ടിയത്. ആരോടാ പറയുന്നത്? നിസ്സാര ജീവിയായ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയോട് ഈ മഹാപ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനും സൃഷ്ടാവും പരിപാലകനുമായിട്ടുള്ള ഈശ്വരൻ എന്ന മഹാസങ്കല്പം പറയാണ്, നിങ്ങൾ വെട്ടിയപ്പോൾ വെട്ട് കൊള്ളിച്ചത് ഞാനാണ്, നിങ്ങൾ കുത്തിയപ്പോൾ കുത്തു കൊള്ളിച്ചത് ഞാനാണ്. അതുമാത്രമല്ല, ഈ വേറെയും പറയുന്നുണ്ട്, നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയ സന്ദർഭം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തിക്കോ. സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയം, ഭീതി ഇട്ടുകൊടുക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾ കഴുത്തിന് മീതെ വെട്ടിക്കൊള്ളുക, അവരുടെ കൈ വിരലുകളും വെട്ടിമുറിച്ചു കൊള്ളുക. അള്ളാഹു ചെയ്യുന്ന പണി എന്താ വെച്ചാൽ, 2 ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു കൂട്ടരുടെ ഭാഗത്ത് ചേർന്നിട്ട് മറ്റേ കൂട്ടരുടെ മനസ്സിലേക്ക് ഭീതി ഇട്ടുകൊടുക്കുക, ഭയം ഇട്ടുകൊടുക്കുക. എന്നിട്ട് ആ ഭയത്തിന്റെ സന്ദർഭത്തിൽ മറ്റവരെ കൊണ്ട് കഴുത്ത് വെട്ടിക്കുക, വെട്ടുമ്പോൾ വെട്ട് പൊള്ളിച്ചു കൊടുക്കുക. ഞാനൊരൊറ്റ ചോദ്യമാണ് ഈ സർവശക്തനായ അല്ലാഹുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ബദർ യുദ്ധമാണ് കോണ്ടെക്സ്റ്റ്. ബദർ യുദ്ധത്തിൽ വന്ന ആളുകൾ അന്നത്തെ ഖുറൈശികളായിരുന്നു, മുഹമ്മദിന്റെ തന്നെ കുടുംബവും ഗോത്രവും ആയിട്ടുള്ള ആളുകൾ. അവര് മുഹമ്മദുമായിട്ട് യുദ്ധം ചെയ്ത്, സത്യത്തിൽ ബദർ യുദ്ധം എന്നൊരു കൊള്ളയാണ്. ആ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദും സംഘവും പോയത്. ഇനി അതൊക്കെ കിടക്കട്ടെ. അതിന് കാരണം പറയുന്നത്, മക്കയിൽ 13 കൊല്ലം പ്രബോധനം നടത്തിയിട്ടും ഈ സത്യവിശ്വാസം അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല, ഈമാൻ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നതിന്റെ പേരിലാണ് യുദ്ധം നടന്നത് എങ്കിൽ, അള്ളാഹുവിനെ ഈ പാവങ്ങളുടെ മനസ്സിൽ ഈ ടെറർ ഇട്ടുകൊടുത്തുകൊണ്ട്, ഭീതി ഇട്ടുകൊടുത്തുകൊണ്ട്, നിങ്ങൾ കഴുത്ത് വെട്ടിക്കോ ഞാൻ സഹായിച്ചു തരാം എന്ന് പറയുന്നതിന് പകരം ആ പാവങ്ങളുടെ മനസ്സിൽ കുറച്ച് ഈമാൻ ഇട്ടുകൊടുത്താൽ എത്ര നന്നായിരുന്നു. എങ്കിൽ ഈ മതം ഭീകരമതമായി മാറുമായിരുന്നു. ഇല്ല, അള്ളാഹു ഭീകരവാദിയാണെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ദൂതൻ ഭീകരവാദി അല്ലാതാവോ? ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഭീകരവാദികളല്ലാതാവോ? അപ്പം മതം തന്നെയാണ്. ഏത് മതം? രാജഗോപാൽ ഇവിടെ വിശദീകരിച്ചു. ഗോത്ര കാലഘട്ടത്തിലെ മനുഷ്യർ ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ തൻ്റെ ഗോത്രം മാത്രമാണ് എല്ലാ നീതിയും അർഹിക്കുന്നത്, മറ്റു ഗോത്രങ്ങളെല്ലാം ഒരു നീതിയും അർഹിക്കാത്ത തൻ്റെ ശത്രുക്കളാണ് എന്ന് കരുതിയിരുന്ന ഗോത്ര കാലഘട്ടത്തിലെ മനുഷ്യൻ, ആ മനുഷ്യന്റെ നിലവാരത്തിൽ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലും ഗോത്രങ്ങൾ തമ്മിലുള്ള പകടകളിലും ഒക്കെ പങ്കെടുക്കുന്ന അവനെ പോലെ ചെറുതായിട്ടുള്ള, അവന്റെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാൻ മാത്രം ചെറുതായിട്ടുള്ള ഒരു ദൈവത്തെ സങ്കല്പിച്ചുണ്ടാക്കി ആ ഗോത്രകാലത്തെ മനുഷ്യൻ പോക്കറ്റിലിട്ടുകൊണ്ട് കിടന്ന ചെറിയ കുട്ടി ദൈവങ്ങളെയാണ് ഈ മതങ്ങൾ ഇന്നും കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് നമ്മളോട് തർക്കിക്കാൻ വരുമ്പോൾ അവർ വലിയ ദൈവത്തിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയും. പക്ഷേ ഈ വെട്ടാൻ പോകുന്നവന്റെ പോക്കറ്റിലുള്ളത് ഈ കുഞ്ഞു ദൈവമാണ്, ഗോത്രകാലത്തെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ദൈവമാണ്. ആ ദൈവങ്ങളുടെ പേരിൽ ഈ കണ്ടു കാണപ്പെട്ട വെളിപാടുകളെല്ലാം ഇവിടെ ഇറക്കിയത് മനുഷ്യന്റെ നാവിലൂടെയാണ്, അല്ലാതെ വേറൊരു അശരീരം കേട്ടതല്ല. മനുഷ്യന്റെ നാവിലൂടെ വന്ന വെളിപാടുകളുടെ ഉറവിടം ആ മനുഷ്യന്റെ നിലവാരത്തിലാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അത് മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് ഞങ്ങളുടെയൊക്കെ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ തലച്ചോറ് ഞങ്ങൾക്ക് ബോധ്യമാക്കി തന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ മനുഷ്യനായി ജീവിക്കാൻ മതം വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രശ്നം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൻ്റെ സംഘാടകർക്കും, ഇതിൽ പങ്കെടുത്ത മുഖ്യാതിഥികളായി വന്നിട്ടുള്ള കാരശ്ശേരി മാഷക്കും രാജഗോപാൽ വാഗ്ദാനത്തിനും മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്